എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റോബിൻ ലോറൻസ്. നമ്മുടെ ചാനലിലെ പ്രധാന സെഗ്മെൻറ്റുകളിലൊന്നായ ബുക്ക് റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 1990 കാലഘട്ടം, ഡൽഹിയിലെ ഒരു നഗരം എന്ന് പറയുമ്പോൾ കരോൾ ബാഗ് എന്ന് പറയുന്ന ഒരു നഗരം. അവിടെ രണ്ട് പേർ പ്രണയിക്കുകയാണ്. പ്രണയം എന്ന് പറയുമ്പം ചെറിയ പ്രണയമൊന്നുമല്ല, വലിയ പ്രണയം. ഒരു ഐസ്ക്രീം പാർലറിൽ കണ്ടുമുട്ടിയതിന് ശേഷം അവരുടെ പ്രണയം വളരുന്നു. വർഷങ്ങളോളം അവർ പ്രണയിക്കുന്നു. അങ്ങനെ അവർ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. വീട്ടിലൊക്കെ പറയും എല്ലാവർക്കും സമ്മതമാണ്. അപ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത്. ചെറുക്കൻ്റെ അച്ഛൻ പറയും, 75,000 രൂപ നിങ്ങളെനിക്ക് സ്ത്രീധനം തന്നാൽ മാത്രമേ എൻ്റെ ചെറുക്കനെ ഞാൻ കെട്ടിച്ചു തരൂ. 1.5 ലക്ഷം വരെ പറയുന്ന മുതലാണ്, എന്നിട്ട് കൊടുത്തില്ല. പിന്നെ 75,000 എൻ്റെ ഒരു കൺസിഡറേഷനാണ്, അങ്ങനെ പറയും. ഈ 75,000 എന്ന് കേൾക്കുമ്പം പെൺകുട്ടിയുടെ ഉള്ളിൽ വല്ലാത്തൊരനുഭൂതിയുണ്ട്. കാരണം അവർ ജീവിതകാലം മുഴുവൻ പണിയെടുത്താൽ പോലും ഈ 75,000 രൂപ കിട്ടില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും ചിന്തിക്കുക, എങ്ങനെ ഈ 75,000 ഉണ്ടാക്കും? പിരിയാൻ ഇവർക്ക് പറ്റില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കുറേ നാളിങ്ങനെ ഓരോ ജോലികൾ നോക്കും, പക്ഷെ ഒന്നും നടക്കില്ല. ചെറുക്കനാണെങ്കിൽ ഒരു അക്കൗണ്ടൻ്റാണ്. 600 രൂപ മാത്രമേ മാസം ശമ്പളമുള്ളൂ. അങ്ങനെയാണെങ്കിൽ പോലും അത്രയും പൈസ ഉണ്ടാക്കാൻ എത്ര വർഷം എടുക്കും? അവസാനം കുറേ നാളുകൾക്ക് ശേഷം ചെറുക്കൻ ഇവൾക്കൊരു പണി കണ്ടുപിടിച്ച് കൊടുക്കും. വെറും 8 മാസം കൊണ്ട് ഇവൾ ഈ 75,000 രൂപ ഉണ്ടാക്കും. അത്രയ്ക്ക് വിശിഷ്ടമായി ഡൽഹിക്കാർ കണ്ടിരുന്നൊരു പണിയാണ് അവർക്ക് കിട്ടുന്നത്. അതാണ് ഒരു കഥ. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് എം മുകുന്ദൻ്റെ നഗരവും സ്ത്രീയും എന്ന് പറയുന്നത് കഥാസമാഹാരത്തെ പറ്റിയാണ്. 16 സ്ത്രീകളുടെ കഥകൾ പറയുന്ന ഒരു കുഞ്ഞു പുസ്തകം. ഇതാണ് ഞാൻ പറഞ്ഞ പുസ്തകം, നഗരവും സ്ത്രീയും, എം മുകുന്ദൻ്റെ. ഇതിലെ ആദ്യത്തെ കഥ തന്നെ വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥയാണ്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് തന്നെ ദൈവമായി കണ്ട് ആരാധിക്കുന്ന ഒരു വ്യക്തി, കാമം തീർക്കാനല്ലാതെ അവളെ ദൈവമായി കണ്ട് ആരാധിക്കാൻ വേണ്ടി പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ തേടിപ്പോകുന്ന ഒരു വ്യക്തി. അയാളുടെ ജീവിതവും അയാളുടെ കൂടെ വന്ന പ്രോസ്റ്റിറ്റ്യൂട്ടുകളുടെ ജീവിതവും പറ്റിയാണ് ഫസ്റ്റ് കഥ ഇതിൽ പറയുന്നത്. അങ്ങനെ 16 കഥകൾ. ഈ 16 കഥകളും 16 ആത്മാക്കളുടെ കഥകളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. കാരണം ഈ 16 കഥകളിലെയും പുരുഷന്മാരുടെ എല്ലാം സ്വഭാവം ഏറെക്കുറെ ഒരേ രീതിയിലാണ് പോകുന്നത്. പക്ഷേ സ്ത്രീകളെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. ഇതിൽ ഒരു കഥ പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പ്രണയത്തിൻ്റെ കാര്യം, പ്രേമിച്ചു പോകുന്നവരുടെ, അതേകൂട്ട് തന്നെ ഒരു കഥയുണ്ട്. സ്വന്തം ഭർത്താവിൽ നിന്ന് സ്നേഹം കൊണ്ട് മടുക്കുന്ന ഒരു സ്ത്രീയുടെ കഥ. അതായത് അയാൾ സ്നേഹിച്ച് ആ സ്ത്രീക്ക് അവളോട് തന്നെ വെറുപ്പാവുന്ന ഒരു കഥ. വേറൊരെണ്ണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വിധി കാരണം ഒന്നും ആവാൻ പറ്റാതായിപ്പോയൊരു സ്ത്രീയുടെ കഥ. ഒന്നാവട്ടെ തൻ്റെ ജീവിതം സ്വയം തിരഞ്ഞെടുത്തു എന്ന കുറ്റത്താൽ വീട്ടുകാരുടെ വഴക്ക് കേൾക്കേണ്ട ഒരു സ്ത്രീയുടെ കഥ. അങ്ങനെ ഒരുപാട് സ്ത്രീകളുടെ കഥ. 16 സ്ത്രീകളുടെ കഥയാണ് ഇതിലുള്ളതെങ്കിൽ പോലും മിക്ക കഥകൾക്കും ഒരുപാട് ലെയറുണ്ട്. ഇച്ചിരി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെയും ചിന്തിച്ച് പുതിയ അർത്ഥങ്ങൾ കണ്ടുപിടിക്കുന്ന രീതിയിലാണ് ഈ 16 കഥകളും പോകുന്നത്. വായിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഈ 16 കഥകളിലുള്ള ക്യാരക്ടറുകളില്ലേ, അവരെയൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാകും. ചിലപ്പോൾ ഈ ബസ്സിലിരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ഇടയ്ക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന ബന്ധുജനങ്ങളുടെ ഇടയ്ക്കാവും. ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളുടെയും പ്രശ്നം അതെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും ചില കാര്യങ്ങളെ നമുക്ക് വിമർശിക്കേണ്ടതായിട്ട് വരും. അതായത് ഇതിൽ പുരുഷൻ്റെ ആധിപത്യത്തിന് മാത്രമായിട്ടുള്ള ഉപകരണമാണ് സ്ത്രീ എന്നൊരു രീതിയിൽ ചില കഥകൾ പോകുന്നുണ്ട്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു ആശയമാണെങ്കിൽ പോലും ഈ കഥകളുടെ സന്ദർഭത്തിൽ അതിനെ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ 16 കഥകളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ പിന്നെയും വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലെയറുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഓരോ കഥാപാത്രങ്ങളും നമ്മൾ വിചാരിക്കാത്ത ഒരു അർത്ഥതലത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നു, ഞാൻ വായിച്ചിട്ടുള്ള ചില കഥകളിൽ മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. കുഞ്ഞു കഥകളാണെങ്കിൽ പോലും ഭയങ്കര അർത്ഥങ്ങളുള്ള കഥകളാണ്. അതായത് ഓരോരുത്തരുടെയും ജീവിതം നമുക്ക് നമ്മുടെ മുമ്പിൽ കൂടി ഇങ്ങനെ പോകുന്നതായിട്ട് തോന്നും. അതേ രീതിയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. പിന്നെ ഈ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഇത് ഞാൻ വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിലോട്ട് പോകുന്ന വഴി ബസ്സിലിരുന്നാണ് ഇത് വായിക്കുന്നത്. എനിക്കൊരു 2 മണിക്കൂർ അടുപ്പിച്ചെടുത്തേ ആയുള്ളൂ ഈ ഒരു ബുക്ക് ഫുള്ള് വായിച്ച് തീർക്കാൻ. കാരണം ഭയങ്കര ഘടാഘടീയമായിട്ടുള്ള വാക്കുകളൊന്നും ഇല്ല, കുഞ്ഞു വാക്കുകളൊക്കെ വെച്ചാണ്. പക്ഷേ നമ്മൾ 1-2 പ്രാവശ്യം വായിക്കണം, എന്നെങ്കിലേ അതിൻ്റെ പ്രോപ്പർ മീനിങ്ങും നമുക്ക് മനസ്സിലാവും. അങ്ങനെ വളരെ കൺഫ്യൂസിങ്ങും ഇൻ ദ സെയിം ടൈം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥാസമാഹാരമാണിത്. അപ്പം വായിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വായിക്കാം. മാതൃഭൂമി ബുക്സാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്.
ഓൺലൈനിലും ഓഫ്ലൈനിലുമായിട്ട് എല്ലാം കിട്ടും. ലൈബ്രറികളിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വായിക്കുന്നവർക്ക് വായിക്കാം. വേറൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.